സിമ്പിളാകുമ്പോൾ നമ്മൾ കെയർലെസ് മിസ്റ്റേക്ക് ആണ്. പിന്നെ അതിന്റെ മുന്നേ ശിവൻ സാർ ഒരു വീഡിയോയിലും പറഞ്ഞിരുന്നു, സിമ്പിൾ ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും കെയർലെസ് മിസ്റ്റേക്ക് ആണ്. എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ ഇറങ്ങി വന്നു. പക്ഷെ പിന്നെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും തന്നെ ബ്രില്യൻറ്റിൽ പഠിച്ച് നല്ലൊരു ജോലിയിൽ അല്ലെങ്കിൽ നല്ലൊരു കരിയർ സ്റ്റാർട്ട് ചെയ്തവരാണ്. 2025 നീറ്റ് എക്സാം വളരെയധികം പാടായിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു. എനിക്ക് തോന്നുന്നു നീറ്റ് എക്സാമിൻ്റെ ഒരു ചരിത്രത്തിൽ തന്നെ ഇത്രയും ടഫായിട്ടുള്ള ഒരു എക്സാം ഇത് ആദ്യമാണ്. എക്സാം എഴുതി കഴിഞ്ഞ് ഇറങ്ങിയ ഓരോ കുട്ടികളും സങ്കടപ്പെട്ടുകൊണ്ടാണ് ഇറങ്ങി വന്നത്. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ അവരുടെ എല്ലാ മുഖത്ത് പുഞ്ചിരി വന്നു. അതുപോലെ തന്നെ പുഞ്ചിരിച്ചൊരു ഫേസാണ് എൻ്റെ കൂടെ ഉള്ളത്, ഫാത്തിമ ഫിദ. ഹായ് മോളെ, ഹാപ്പിയാണോ ഇപ്പോൾ? ഹാപ്പിയാണ്. അപ്പം എത്രയായിരുന്നു സ്കോർ? 603. റാങ്ക് ഓൾ ഇന്ത്യ റാങ്ക് 1164. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം കഴിഞ്ഞിട്ടുള്ള അനുഭവം? എന്തായിരുന്നു? എക്സാം കഴിഞ്ഞിട്ട് ഭയങ്കര ഡള്ളായിനി. അപ്പം ഞാൻ ഇത്രയും ബ്രില്യൻ്റ് എക്സാമിനൊന്നും ഇത്രയെങ്കിലും ഒഴിവാക്കിയിട്ട് സ്കിപ്പ് ചെയ്ത ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് ആയിട്ടാണ് ഇത്രയും സ്കിപ്പ് ചെയ്യുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇതേപോലെ ഇത്രയും സ്കിപ്പ് ടൈമിന്റെ പ്രശ്നം വന്നോണ്ട് എനിക്ക് എന്തായാലും മാർക്ക് കിട്ടൂല എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇറങ്ങി വന്നത്. വിഷമിച്ചാണ് ഇറങ്ങി വന്നത്, കിട്ടില്ല എന്ന് തന്നെ വിചാരിച്ചാണ്. അപ്പൊ അങ്ങനെ വിചാരിച്ച് ഇറങ്ങി വന്നിട്ട് ഇത്രയും നല്ലൊരു സ്കോർ കിട്ടിയപ്പോ എന്ത് ഫീൽ ചെയ്തു? ഭയങ്കര ഹാപ്പിയാണ്. എക്സാം ആണെന്നൊക്കെ ഭയങ്കര കരഞ്ഞോണ്ടിരുന്നു. എക്സാം കഴിഞ്ഞ് OMR കൊടുക്കാൻ നേരത്ത് 5 മണിന്റെ ബെല്ലടിച്ചു. ഞാൻ നോക്കിയപ്പോൾ ഒന്നും എഴുതിയിട്ടില്ല. ഞാൻ ഫിസിക്സിന്റെ കോളം നോക്കിയപ്പോൾ കുറെ ഒഴിവാണ്. ഇതുവരെ അങ്ങനെ ഒരു എക്സാമിന് അങ്ങനെ ഇല്ല. അപ്പം ഞാൻ എന്തായാലും കിട്ടില്ല എന്ന് വിചാരിച്ചു. പിന്നെ കഴിഞ്ഞ് വന്ന് കുറച്ച് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് റിവ്യൂ കണ്ടപ്പോഴാണ് മനസ്സിലായത് കുഴപ്പമില്ല, എല്ലാവർക്കും ടഫ് ഇനി എക്സാം എന്നുള്ളത്. എന്നാലും എക്സാം എഴുതുന്ന സമയത്ത് എക്സാമിന്റെ ആ ഒരു ടൈമിൽ യാത്ര ചെയ്യാൻ ഇതായിട്ടില്ല. കഴിഞ്ഞതിന്റെ ശേഷമാണ് ആ സമയം ഞാൻ ഫുൾ ടൈം കളയാതെ എക്സാം അറ്റൻഡ് ചെയ്ത് എല്ലാ ക്വസ്റ്റ്യൻസും ഇന്നോട് മാക്സിമം അറ്റൻഡ് ചെയ്തു. കഴിഞ്ഞിട്ട് എനിക്ക് സമയം തികയാതെ വന്നപ്പോഴാണ് ഞാൻ കരഞ്ഞത്. അപ്പം നമ്മുടെ ബ്രില്യൻറ്റില് നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസും അതുപോലെ തന്നെ ക്ലാസ്സിൽ നമ്മുടെ എക്സാംസ്, ഒരുപാട് എക്സാംസ് നമ്മൾ ബ്രില്യൻറ്റിൽ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ ഹെൽപ്ഫുൾ ആയിരുന്നു ഈ ഒരു ടൈമിനകത്ത്. ആ ഒരു ക്വസ്റ്റ്യൻസ്, ഇത്രയും ടഫുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഫേസ് ചെയ്യാനൊക്കെ ആയിട്ട് അത്രയും നമ്മൾ ഒരുപാട് എക്സാം, എനിക്ക് തോന്നുന്നു ഒരു 2-3 മാസത്തോളം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ എക്സാമുകൾ നടത്തിക്കൊണ്ടിരിക്കുമായിരുന്നു. അത്രയും ടഫായിട്ടുള്ള എക്സാമുകളായിരുന്നു ബ്രില്യൻറ്റിൽ നടത്തിക്കൊണ്ടിരുന്നത്. സോ അത്രയും അതിനേക്കാളും കുറച്ചും കൂടി ടഫായിട്ടുള്ള എക്സാം ആയിരുന്നു ഇത്തവണത്തെ നീറ്റിൻ്റെ എക്സാം എന്ന് പറയുന്നത്. സോ എങ്ങനെയായിരുന്നു മോള് ആ ഒരു ടഫ് എന്ന് പറയുന്ന എക്സാം നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ എക്സാമുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ എക്സാം എഴുതിയപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? ഈ എക്സാമിന്റെ ഏറ്റവും മെയിൻ ആയിട്ട് എല്ലാവർക്കും പ്രശ്നം പറ്റിയ മെന്റാലിറ്റി ഒക്കെ, നമ്മൾ ആ ടൈമിലുള്ള മെന്റാലിറ്റി നമ്മൾ ചിന്തിക്കണം എന്താണ്. അപ്പം ഞാൻ ഫസ്റ്റ് എനിക്ക് കുറച്ച് മനസ്സിലായി, ക്വസ്റ്റ്യൻ എഴുതിയപ്പോൾ മനസ്സിലായി ടഫാണെന്ന്. അപ്പം അതിൽ എനിക്ക് ബ്രില്യൻറ്റിലും നമ്മളെ സിമ്പിൾ എക്സാം ഉണ്ടാവലുണ്ട്, ടഫ് എക്സാം ഉണ്ടാവാൻ. അപ്പം ടഫ് എക്സാം ആവുമ്പം എനിക്ക് ഉറപ്പാണ് ഞാൻ എന്തേലും നമ്മൾ ആ ഒരു ടഫാണെന്ന് വിചാരിച്ചിട്ട് കളയുന്ന ക്വസ്റ്റ്യൻ അല്ലാതെ അതുകൂടി ചെയ്ത് വെക്കുകയാണെങ്കിൽ എന്തായാലും നല്ലൊരു റാങ്ക് വരലുണ്ട്. ടഫ് എക്സാം ആകുമ്പോൾ നമ്മളെ റാങ്ക് കൂടും, നമ്മൾ അതുകൂടി ചെയ്ത. അപ്പോൾ ഞാൻ വിചാരിച്ച് ടഫായതുകൊണ്ട് ഞാൻ ഒരു ഇതും വിടരുത്. അപ്പം ആ ഒരു ടഫാണ് എന്നുള്ളത് മനസ്സിലാക്കാനും അത് വെച്ചിട്ട് എക്സാം എഴുതാനും കഴിഞ്ഞത് എന്തായാലും മോഡൽ എക്സാം എഴുതിയോണ്ടാണ്. നമ്മുടെ മോഡൽ എക്സാമുകളാണെങ്കിലും ടഫ് ആണെങ്കിൽ നമുക്ക് റാങ്ക് കൂടുതൽ കിട്ടും എന്നുള്ള ഒരു ട്രിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഫിദ നീറ്റ് എക്സാമിനും അതുപോലെ തന്നെ ആ ഒരു സ്ട്രാറ്റജി പ്ലാൻ ചെയ്തു അല്ലേ? സിമ്പിൾ ആകുമ്പോൾ നമ്മൾ കെയർലെസ് മിസ്റ്റേക്ക് ആണ്. പിന്നെ അതിന്റെ മുന്നേ ശിവൻ സാർ ഒരു വീഡിയോയിലും പറഞ്ഞിരുന്നു, സിമ്പിൾ ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും കെയർലെസ് മിസ്റ്റേക്ക് ആണ്. ടഫ് ആണെങ്കിൽ മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നമ്മളെ ടൈം ഇത് യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അത് വെച്ചിട്ട് തന്നെയാണ് എക്സാം എഴുതിയത്. ആ മോഡൽ എക്സാം കൊണ്ട് മാത്രമാണെന്ന് പറയാം ആ ഒരു പെട്ടെന്ന് എഴുതാൻ കഴിഞ്ഞത്. പിന്നെ ആ സമയത്തുള്ളതും ദൈവത്തിൻ്റെ പഠിച്ചവൻ്റെ അനുഗ്രഹമൊക്കെ കൊണ്ട് ആ ഒരു ടൈമിൽ പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് കണ്ട് ഞാൻ എക്സാം കഴിഞ്ഞിട്ട് ഡള്ളായാലും എക്സാം എഴുതുന്ന ഇടയിൽ ഡള്ളാവാതെ നിന്ന് ഒക്കെ ബ്രില്യൻറ്റിൻ്റെ സപ്പോർട്ടും മോഡൽ എക്സാമിന് അതിന് ഭയങ്കര പങ്കുണ്ടെന്ന് തന്നെ അറിയാം. കാരണം മോഡൽ എക്സാം ടഫും എല്ലാ ടൈപ്പിലുള്ള എക്സാം നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി മോഡൽ എക്സാം ആകുമ്പോൾ സിമ്പിൾ നമ്മളതിന് കെയർലെസ് മിസ്റ്റേക്ക് വന്നിട്ട് റാങ്ക് താവുക. അപ്പം എനിക്കൊരു ഇതുണ്ടായിനി, ടഫായാലും എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് എല്ലാം എഴുതാണെങ്കിൽ മാർക്ക് എന്തായാലും മേലെ എത്തും എന്നുള്ളത്. അപ്പം ഫിദയ്ക്ക് നമ്മുടെ എക്സാം സ്ട്രാറ്റജീസ് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. എക്സാമുകൾ നമ്മുടെ മോഡൽ എക്സാമുകൾ ടഫ് ആകുമ്പോൾ നമ്മൾ കെയർലെസ് മിസ്റ്റേക്കുകളും അതുപോലെ തന്നെ ടെൻഷനായിട്ട് മാർക്ക് കുറയാം, റാങ്ക് കുറയാം എന്നുള്ളൊരു ഐഡിയ ഇതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എക്സാമുകൾ അറ്റൻഡ് ചെയ്യുമ്പോഴൊക്കെ
എന്താണ് ടഫ് എക്സാം ആണെങ്കിൽ നമ്മൾ അതുപോലെ തന്നെ വിചാരിക്കുക, ടഫ് ആണെങ്കിൽ നമുക്ക് റാങ്ക് കൂടുതൽ ഉറപ്പായിട്ടും കിട്ടും. അതുപോലെ തന്നെ നമ്മളങ്ങ് പഠിച്ചത് എന്തോ അതങ്ങ് എഴുതിയാൽ മതി അല്ലേ. ഈസി ആണെങ്കിൽ കെയർലെസ് മിസ്റ്റേക്കുകൾ ഉണ്ടാകും. സോ നമ്മൾ ഈസി എക്സാം ആണ്, ഈസിയാണ്, അതുകൊണ്ട് നമ്മൾ കൂളായിട്ട് അങ്ങ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റാങ്ക് അതുപോലെ തന്നെ കുറയുമെന്നാണ് ഫിദ പറഞ്ഞത് അല്ലേ. ഡയറക്ടേഴ്സ് കോർഡിനേറ്റേഴ്സ് ഒക്കെ പറയുന്നേ എക്സാം ടഫ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും എല്ലാവർക്കും ടഫ് വെക്കാരം, അപ്പൊ ടഫായെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് ഇതാവരുത് എന്നൊക്കെ. അപ്പം ആ ഒരു ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇത്രയും നല്ല മാർക്കൊക്കെ എത്താൻ പറ്റിയത്. ഓക്കെ, ഫിദയുടെ ക്യാമ്പസ് കോഴിക്കോട് ക്യാമ്പസിൽ പഠിച്ച വിദ്യാർത്ഥിയാണ്. എങ്ങനെയുണ്ടായിരുന്നു ക്യാമ്പസും അതുപോലെ തന്നെ നമ്മുടെ മെന്റർമാരും കോർഡിനേറ്റേഴ്സും ഒക്കെ? ഡയറക്ടർ ജോർജ് സാറായിരുന്നു കോഴിക്കോട് ക്യാമ്പസിന്റെ സാറെ. എല്ലാ ആഴ്ചയും അല്ലെങ്കിൽ 1-2 ആഴ്ച എന്തായാലും അവിടെ ഒന്ന് കാണാറുണ്ട്. അതേപോലെ കോർഡിനേറ്റർ സാറെ എല്ലാ ഇതിലും നമ്മളെ മോട്ടിവേറ്റ് ഒക്കെ ചെയ്യും. എല്ലാ എക്സാം കഴിഞ്ഞാലും ക്യാഷ് പ്രൈസ് ഒക്കെ തരാനും മോട്ടിവേറ്റ് ഒക്കെ ചെയ്യും. ജോർജ് സാറാണെങ്കിലും മോട്ടിവേഷൻ ഭയങ്കര ഇതാണ്. പിന്നെ എൻ്റെ ക്ലാസ് ടീച്ചർ ലക്ഷ്മി മിസ്സാണ്. പിന്നെ ഹോസ്റ്റൽ വാർഡൻസ് 5 മിസ്സും വൃന്ദ മിസ്സും എല്ലാവരും നല്ല സപ്പോർട്ടാണ്. എല്ലാവരോടും സപ്പോർട്ടോണ്ടാണ് ഇവിടെ ഒക്കെ എത്തിയത്. അപ്പൊ അവരോടൊക്കെ ഫിദയ്ക്ക് ഇപ്പൊ എന്താ പറയാനുള്ളത്? നന്ദി, താങ്ക്സ് മാത്രമാണ് എല്ലാവരോടും. ഫിദയുടെ സിസ്റ്റർ നമ്മുടെ കൂടെയുണ്ട്. ഫിദ റിപ്പീറ്റർ ആണ്. ഫിദയുടെ ട്വിൻ സിസ്റ്ററാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഫിദയുടെ ഒപ്പം തന്നെ കഴിഞ്ഞ വർഷം ഓൺലൈൻ ബാച്ചിൽ ചേർന്ന് ഓൺലൈൻ വഴി പഠിച്ച് നീറ്റിന് അഡ്മിഷൻ നേടിയതാണ്, മെഡിക്കൽ അഡ്മിഷൻ നേടിയ ഒരാളാണ് നമ്മുടെ കൂടെ ഉള്ളത്. സിസ്റ്ററും നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആണ്. സോ ഹലോ, പേരൊന്ന് പറയാമോ? ഐഷാഹിദ. ഓക്കെ, നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ ഓൺലൈൻ ബാച്ചിൽ ചേർന്ന് വീട്ടിലിരുന്ന് പഠിച്ചു. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നീറ്റ് ക്രാക്ക് ചെയ്തു അല്ലേ? ഓക്കെ, ഇപ്പം എവിടെയാണ് ഇപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നത്? കർണാടകയിൽ ചിക്കമാംഗ്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലാണ്. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷത്തെ എക്സാം? കഴിഞ്ഞ വർഷത്തെ എക്സാം ഭയങ്കര എളുപ്പമായിരുന്നു. എളുപ്പമായതുകൊണ്ട് ഈ എക്സാമിനേക്കാൾ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ ഇറങ്ങി വന്നു. പക്ഷെ പിന്നെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് എളുപ്പമായ കാരണം റാങ്ക് ബാക്കൊക്കെ പോവുകയാണ് ചെയ്ത്. എന്തായാലും കയറാൻ പറ്റി. സന്തോഷമുണ്ട്. അപ്പം കഴിഞ്ഞ വിക്ടറി ഡേക്ക് സിസ്റ്ററിന് വരാൻ പറ്റിയില്ലായിരുന്നു. സോ അന്ന് പറയാനായിട്ട് എന്തായിരുന്നു ബ്രില്യൻറ്റിനോട് പറയാനായിട്ടുള്ള വാക്കുകൾ ഇന്ന് നമുക്ക് പറയാം? ബ്രില്യൻറ്റിനോട് എന്നും നന്ദി മാത്രമാണ് പറയാനുള്ളത്. ഇപ്പം എല്ലാവരും ഞങ്ങൾ സിസ്റ്ററും ബ്രില്യൻറ്റ് പഠിച്ച് ഇപ്പോൾ MBBS കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും ബ്രില്യൻറ്റ് തന്നെയാണ് ഈ ഒരു ഫീൽഡിലേക്ക് എത്തിച്ചത്. ഈ ഒരു ഫാമിലിനെ മൊത്തം എന്താണ് കൈ പിടിച്ച് ഉയർത്തിയത് നമ്മുടെ ബ്രില്യൻ്റ് ആണ്. എല്ലാവരും തന്നെ ബ്രില്യൻറ്റിൽ പഠിച്ച് നല്ലൊരു ജോലിയിൽ അല്ലെങ്കിൽ നല്ലൊരു കരിയർ സ്റ്റാർട്ട് ചെയ്തവരാണ്. ബ്രില്യൻറ്റ് ഏതാണെങ്കിലും ഏത് സെൻറ്റേഴ്സ് ആണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും എല്ലാം അടിപൊളി തന്നെയാണ്. ഓൺലൈനിലുള്ള ക്ലാസ്സുകളും ബ്രില്യൻറ്റ് എക്സാം പാറ്റേൺസ് സ്റ്റഡി മെറ്റീരിയൽ എല്ലാം ഒരുപാട് നന്ദിയുണ്ട് അങ്ങനെയൊക്കെ തരുന്നതിന്. ഓക്കെ, ഫിദയുടെ മദർ നമ്മുടെ കൂടെയുണ്ട്. മാം പേരൊന്ന് പറയൂ? സമീറ. മാം എങ്ങനെയുണ്ടായിരുന്നു രണ്ടുപേരുടെയും നീറ്റ്? മാം എന്തായാലും കണ്ടതാണ് രണ്ടുപേരും നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്നത്. ഒരാൾ ഫസ്റ്റ് ഇയർ പ്രിപ്പയർ ചെയ്തു, ഒരാൾ 2 വർഷം പ്രിപ്പയർ ചെയ്തു. സോ എങ്ങനെ ഉണ്ടായിരുന്നു ഇവരുടെ പ്രിപ്പറേഷനും കാര്യങ്ങളും എല്ലാം? ഒക്കെ ഓല ഉത്സാഹം തന്നെയാണ്. നമ്മള് ഓലോട് പഠിച്ചോ ഒന്നും പറയണ്ട, ഒക്കെ ഓല തന്നെ ഇങ്ങനെ ഈ ലക്ഷ്യത്തൊക്കെ എത്തണം എന്നുള്ളത് ഓല പ്ലാനിങ് തന്നെയാണ്. രണ്ടുപേരും മെഡിക്കൽ ഫീൽഡ് ചൂസ് ചെയ്യാൻ പോവാണ് എന്ന് മാമിനോട് പറഞ്ഞു. അപ്പൊ മാമിന് എന്തായിരുന്നു തോന്നിയത്? സന്തോഷം ഉണ്ടായിരുന്നു. ഓല താത്ത അങ്ങനെ അവിടെ എത്തി. അപ്പൊ പിന്നെ ഓല് ആ വഴി മെഡിക്കൽ തന്നെയാണ്, ഡോക്ടർ തന്നെയാണ്. സ്റ്റഡി പ്ലാനിങ് തന്നെയാണ് ഓരവിടെ എത്തിച്ചത്. അതന്നെ എനിക്ക് പറയാനുള്ളത്. ഒരെപ്പോഴും പറയാറുണ്ട് ലില്ലിന്റെ സ്റ്റഡി പ്ലാനിങ് അത് ഭയങ്കരമാണ്. പറഞ്ഞ സമയത്ത് എല്ലാം തീരും. അതിനനുസരിച്ച് പോയാല് നമ്മള് ലക്ഷ്യത്തിലെത്തും എന്നുള്ളത്. അപ്പം ബ്രില്യൻറ്റിൽ ചേർന്ന് ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്ത ഫാമിലിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഇവർക്ക് വളരെയധികം കടപ്പാടുണ്ട് ബ്രില്യൻറ്റിനോട്. സോ എല്ലാവർക്കും താങ്ക് യു ആൻഡ് നിങ്ങൾക്ക് ബോത്ത് ഓഫ് യു വിഷ് ഗുഡ് ലക്ക്. Brilliant Study Center, India's #1 coaching center for NEET and JEE.